ഫേസ്ബുക്ക് വഴി ഞങ്ങൾ പരിചയപ്പെട്ടത്. ആദ്യം ഞങ്ങൾ സിദ്ധാർത്ഥ് ഭരതനെ എനിക്കറിയില്ല, അപ്പൊ ഞാനൊരു വെറുതെ ഒരു ഹലോ അയച്ചു. അപ്പൊ പുള്ളി റെസ്പോണ്ട് ചെയ്തു. പിന്നെ അങ്ങനെ ഞങ്ങൾ ചാറ്റിംഗ് തുടങ്ങി. അങ്ങനെ നമ്മൾ ഫ്രണ്ട്സ് ആയതാണ്. അദ്ദേഹത്തിന് കുറെ നാളുകൾക്ക് ശേഷം അദ്ദേഹം വീണ്ടും ആക്ടിംഗിലേക്ക് വരുന്നു. ഡയറക്ട് ചെയ്തായിരുന്നു, പക്ഷെ പിന്നെ ആക്ടിംഗിലേക്ക് വരുന്നു. നേരെ എന്റെ മുമ്പിൽ വന്ന് ചാടി. അതെ, അടുപ്പിച്ച് 2 സിനിമകൾ നമുക്ക് ചെയ്യാൻ പറ്റും. സുമതി വളവും നമ്മൾ ചെയ്തു. സുമതി വളവ് ഉടനെ റിലീസ് ഉണ്ട്. ഒരു ഹൊറർ കോമഡി സിനിമയാണ്. അങ്ങനെ 2 പടം നമ്മൾ അടുപ്പിച്ച്. എന്നിട്ട് ആ സെറ്റില് ഞങ്ങൾ ഈ പടത്തെ കുറിച്ച് അവിടെ ഞങ്ങളുടെ ഇരിക്കുമ്പോഴാണ് രാഹുൽ എന്നെ വിളിച്ചിട്ടേ, അപ്പൊ നമുക്ക് ഏത് പാട്ടാണ്, അപ്പൊ ഒരു പഴയ പാട്ട് നമുക്ക് റൈറ്റ്സ് വേണം ഇതിന്റെ അകത്ത് ഗാനമേളയില് ഞാൻ പാടാൻ വേണ്ടിട്ട്. അപ്പോഴാണ് രാഹുൽ വിളിച്ചു പറഞ്ഞത്, ചേട്ടാ നമുക്ക് നീയൻ സർഗ സൗന്ദര്യം എന്നുള്ള പാട്ടിന്റെ റൈറ്റ്സ് നമുക്ക് കിട്ടും ചേട്ടൻ, അപ്പൊ അത് പഠിക്കാൻ തുടങ്ങിക്കോളാൻ പറഞ്ഞു. അപ്പൊ സിദ്ധുവിടെ അപ്പുറത്തിരിപ്പുണ്ട്. സിദ്ധുന്റെ അച്ഛൻ ഡയറക്ടർ പറഞ്ഞില്ല. അപ്പൊ അതൊരു ഭയങ്കര കോയിൻസിഡൻസ് ആയിരുന്നു. അങ്ങനെയുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായി ഈ കഴിഞ്ഞ 2 മാസം.